ഹലോ, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അലോവേറ ജെൽ വെച്ചിട്ടാണ് ഹെയർ കെയർ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ ഹെയർ കെയർ ഡേ 8 ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ റൈസ് വാട്ടറും പിന്നെ ഈ ഒരു അലോവേറ ജെൽ വെച്ചിട്ടാണ് നമ്മൾ ഹെയർ കെയർ സീരീസ് കൊണ്ടുപോകുന്നത്. ഇത് 21 ഡേയ്സിൻ്റെ ചാലഞ്ചാണ്. എല്ലാവരും പങ്കെടുക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ ഇത് കറ്റാർ വാഴ ജെല്ല് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുളിച്ചതുകൊണ്ട് ജസ്റ്റ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്ത് വിടുന്നതാണ്. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിടുക. ഓക്കെ, ഇങ്ങനെ ഭാഗമാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നനവ് മൂടിയായതുകൊണ്ട് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ വലിക്കരുത് കേട്ടോ. മുടിക്കൊഴിച്ചിൽ ഇത്ര ആയിട്ടുള്ളൂ. ഞാൻ ഈ ചാലഞ്ച് ചെയ്യുമ്പോൾ തൊട്ടിട്ട് മുടിക്കൊഴിച്ചിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് തിക്നെസ് വന്ന പോലെ ഉണ്ട് മുടിക്ക്. ഓക്കെ, നിങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാലഞ്ചിലോട്ട് കടക്കാം. അതായത് ഇന്നത്തെ ഒരു റെമഡി ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മുടിക്ക് അനുസരിച്ചിട്ടുള്ള ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം കറ്റാർ വാഴ ജെല്ല് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ തടവി വിടുന്നുണ്ട്. നനവ് മുടി ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാത്തിലും മുടിക്ക് ഇരുന്നോളും കേട്ടോ. എല്ലാമേ ഇങ്ങനെ ജസ്റ്റ് വിടുക. ജസ്റ്റ് ഇങ്ങനെ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ. എനിക്ക് താരനും പിന്നെ ഡ്രൈ സ്കാൽപ്പ് പ്രശ്നമായതുകൊണ്ട് ഞാൻ എപ്പോഴും സ്കാൽപ്പിലൊക്കെ ഞാൻ കറ്റാർ വാഴ ജെല്ല് ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ മുടിയിൽ ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജെല്ല് അപ്ലൈ ചെയ്ത ഉടനെ അതൊരു മുടിക്ക് ചെറുതായിട്ട് മാറ്റങ്ങളുണ്ട്. അതായത് സ്ട്രെയിറ്റായി ഇരിക്കുന്നുണ്ട്. പിന്നെ സ്മൂത്ത് ടെക്സ്ചറാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിട്ടാൽ മതി. ജസ്റ്റ് അത് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ ലിവോൺ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇല്ലെങ്കിൽ ലിവോൺ സിറംസ് ഇല്ലെങ്കിൽ ലിവിൻ സിറംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ മുടി ഒതുങ്ങി നിൽക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. ഓക്കെ,
പിന്നെ ഇനി ഇൻടേക്കായിട്ട് നിങ്ങൾക്ക് അലോവേറ ജെല്ലിൻ്റെ ജ്യൂസും എടുക്കാവുന്നതാണ്. ഓക്കെ, അതിന് ഒരു ഹണിയൊക്കെ ചേർത്തിട്ട് ഇല്ലെങ്കിൽ അങ്ങനെ കുടിക്കാവുന്നതാണ്. അതായത് ലെമൺ ജ്യൂസൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട്, അതായത് 2 ഡ്രോപ്പ് മതിയാവും. അതങ്ങനെ സ്ഥിരമായിട്ടല്ല കുടിക്കുക, മാസത്തിൽ ഒരു 2 പ്രാവശ്യം കുടിച്ചുകൊണ്ട് വന്നാലും മതിയാവുന്നതാണ്. ഓക്കെ, പിന്നെ കറ്റാർവാഴ ജെല്ലും കഴിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ എന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് കറ്റാർവാഴ ജെല്ലിൻ്റെ എപ്പോഴും നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നവരൊക്കെ ഉപയോഗിക്കുക. അലർജി ഉള്ളവർ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കറ്റാർവാഴ ജെല്ലിൻ്റെ പകരം നിങ്ങൾക്ക് ഫ്ലാക്സീഡ് ജെല്ല് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഉലുവയുടെ ജെല്ലും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഉലുവയുടെ ജെല്ല് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉലുവ നന്നായി കുതിർത്തിയ ഒരു വെള്ളം എടുത്ത് നന്നായി കുറുക്കിയെടുക്കുക. ഓക്കെ, അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലാക്സീഡ് ജെല്ല് എക്സ്ട്രാ ചേർക്കാവുന്നതാണ് ഫോർ എക്സ്ട്രാ കെയർ നറിഷ്മെൻറ്റിന് വേണ്ടി. ഓക്കെ, ഇങ്ങനെ നന്നായി കുറുക്കി എടുത്തിട്ട് വേണം നിങ്ങൾക്ക് ഒരു മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ആ ഒരു റെമഡി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾ എല്ലാവർക്കും ആവുന്നത്ര ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാ വീഡിയോസും ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഞാൻ ഹെയർ കെയർ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റായിട്ട്. ഓക്കെ, എല്ലാമേ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ എടുക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.